പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. കുമരപ്പിള്ള സഖാവ് പാർട്ടിയുടെ താത്വിക ആചാര്യനാകുന്നു. അദ്ദേഹത്തെ വിമർശിക്കാൻ വെറും സാധാ സഖാവായ ഉത്തമന് യാതൊരു അധികാരവുമില്ല. ഉത്തമൻ ശരിക്കും പാർട്ടി ക്ലാസ്സിൽ വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ വിമർശിക്കാൻ തോന്നുന്നത്. സന്ദേശം എന്ന സിനിമയിലൂടെ നടൻ ശ്രീനിവാസൻ വളരെ പോപ്പുലർ ആക്കിയ ഈ രംഗം ഇപ്പോഴും നമ്മൾ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് കാണാനിട വരുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ കാലാതിവർത്തിയായ ഘടകം. കേരളത്തിലെ CPMകാർ അധികവും ബുദ്ധിജീവികളാണ്. അതിൽ നമ്മുടെ കുമരപ്പിള്ള സഖാക്കളെ പോലെ ഒരുപാട് താത്വികാചാര്യന്മാരുണ്ട്. അത്യാവശ്യം ഇൻ്റലക്ച്വലായ ആളുകളെല്ലാം ഓടിച്ചെന്ന് ചേരുന്ന ഒരു പാർട്ടിയാണ് CPM. അതുകൊണ്ടാണ് അവിടെ ഇത്രയ്ക്കധികം താത്വികാചാര്യന്മാരുള്ളത്. ഇതിൽപ്പെട്ട ചില റേഞ്ച് കൂടിയ ആളുകളെ പൊതുവെ പറയുന്നത് സാംസ്കാരിക നായകർ എന്നാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ ഇവരെ മൊത്തത്തിൽ പറയുന്നത് പ്രായോഗിക ബുദ്ധി എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടില്ലാത്തവർ എന്നാണ്. CPMക്കാരെല്ലാവരും ജീവിക്കുന്നത് അവർ തന്നെ ഭാവനയിൽ സൃഷ്ടിച്ചെടുത്ത ഒരു ലോകത്തിലാണ്, ഒരു സങ്കല്പ ലോകത്തിലാണ് അവർ നിൽക്കുന്നത് എന്നാണ് ഈ വർഗശത്രുക്കൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു റിയൽ വേൾഡിലല്ല, ഒരു പാരലൽ വേൾഡിലാണ് അവരുടെ വാസം. പാർട്ടിയുടെ ഈ താത്വിക ആചാര്യ വിഭാഗത്തിൽപ്പെട്ട ഒരു വിശുദ്ധ ഇളയിടമാണ് പ്രൊഫസർ C. രവീന്ദ്രനാഥ്. മുമ്പത്തെ മന്ത്രിസഭയിൽ അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു. മുമ്പത്തെ എന്ന് പറയുമ്പോൾ 2016 മന്ത്രിസഭയിൽ അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു. ഈ രവീന്ദ്രനാഥിനെ പോലെയുള്ള താത്വിക ആചാര്യന്മാർ കഴിഞ്ഞ മന്ത്രിസഭയിൽ, അതായത് P. രാജീവ് ഉണ്ടായിരുന്നു, അതുപോലെ MV ഗോവിന്ദൻ ഉണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ ധിഷണത കൊണ്ട് പൊതുസമൂഹത്തെ ഞെട്ടിച്ചവരാണ്. പ്രൊഫസർ രവീന്ദ്രനാഥ് ഒരു നിയമസഭ MLA എന്ന നിലയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധി സാമർഥ്യം വെളിവാക്കിയത് 2 ദിവസം മുമ്പാണ്. പുള്ളിയുടെ നിയമസഭ പ്രസംഗത്തിൽ, ആ പ്രസംഗം കേട്ടപ്പോൾ UDF അംഗങ്ങൾ പൊട്ടി ചിരിച്ചു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും എബിൻ വർക്കി എന്ന ഒരു സാമദ്രോഹി. മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ചു കിട്ടിയ മറുപടി വളരെ വളരെ സിമ്പിളായിരുന്നു. രവീന്ദ്രനാഥ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഉപയോഗിച്ച ചില താത്വിക പ്രയോഗങ്ങൾ കേട്ടാണ് സഭയിലെ UDFകാർ പൊട്ടിച്ചിരിച്ചതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാർട്ടിയിലെ പഴയ തലമുറ താത്വികാചാര്യന്മാർ പ്രയോഗിച്ച പ്രതിക്രിയാവാതകം, മുന്നുപാധി, ആത്മനിഷ്ഠ ഘടകം, വസ്തുനിഷ്ഠ ഘടകം എന്നിവയൊക്കെ കേട്ട് ചിരിച്ച് കുടൽമാല പുറത്തു വന്നിരിക്കുന്ന അംഗങ്ങളുടെ മുമ്പിലാണ് രവീന്ദ്രൻ മാഷ് തൻ്റെ സ്വന്തം സാധനം കയ്യിൽ നിന്നിട്ടത്. മനുഷ്യരല്ലേ, പൊട്ടിച്ചിരിച്ചു പോകും. അതാണ് MLAമാർ, UDFൻ്റെ MLAമാർ പറയുന്ന ന്യായം, അല്ലാതെ മാഷെ കളിയാക്കിയതല്ല. എന്താണ് മാഷ് പറഞ്ഞ ഈ പ്രയോഗങ്ങൾ? നവലിബറൽ, നോളേജ് എക്കോണമി, അറിവിൻ്റെ മുതലാളിത്തവൽക്കരണം, അറിവിൻ്റെ സാർവത്രികവൽക്കരണം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പിന്നീട് ഫേസ്ബുക്കിൽ ഈ താത്വിക ആചാര്യന്മാരുടെ അനുയായികൾ, CPMൻ്റെ ബുദ്ധിജീവികൾ, ജിഹകൾ ഇങ്ങനെ എഴുതുകയുണ്ടായി. രവീന്ദ്രനാഥ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ടാണ് വിവരമില്ലാത്ത കോൺഗ്രസ് MLAമാർ പൊട്ടിച്ചിരിച്ചത്. ഈ ഒരു പ്രസ്താവന കേട്ട നിലയ്ക്ക് ഈ പ്രസംഗമൊന്നും കേൾക്കണമല്ലോ എന്ന് കരുതി ഞാൻ കുത്തിപ്പിടിച്ചിരുന്ന് കേട്ടു. സത്യം പറയാലോ, എനിക്ക് ചിരിയാണ് വന്നത്, പക്ഷെ പെരുത്ത് സന്തോഷവും ഉണ്ടായി. കാരണം ഈ CPMകാർ അടുത്ത കാലത്തൊന്നും യഥാർത്ഥ ലോകത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയും കാണുന്നില്ല. ഒരു 10 വർഷത്തിന് ഇവരുടെ ഒരു മ്യാരക ഭരണം നമ്മൾക്ക് പ്രതീക്ഷിക്കാനും കഴിയാതായിരിക്കുന്നു. നിയമസഭയിലിരിക്കുന്ന UDF MLAമാർക്ക് പിടികിട്ടാത്ത വിധം എന്താണ്, മനസ്സിലാക്കാൻ കഴിയാത്ത വിധം എന്താണ് നമ്മളുടെ മാന്യനായ MLA ശ്രീ രവീന്ദ്രനാഥ് പറഞ്ഞത്? എന്താണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത്? നവലിബറൽ, നോളജ് എക്കോണമി, അറിവിൻ്റെ മുതലാളിത്ത വൽക്കരണം, അറിവിൻ്റെ സാർവത്രിക വൽക്കരണം, ഇതൊക്കെയാണ് പുള്ളി പറഞ്ഞതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. എന്നാലും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനാണ് ഈ ഉള്ളവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി വല്ലോടത്തും പോയി പറയുമ്പോൾ അർത്ഥം പറഞ്ഞ് അദ്ദേഹത്തിന് പറയാമല്ലോ. എന്താണ് പുള്ളി സഭയിൽ പറഞ്ഞത്? ലോകത്ത് നിയോലിബറൽ എക്കോണമി തകർന്നു കിടക്കുമ്പോൾ, മുതലാളിത്തത്തിന് അതുമായി മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ, ഇങ്ങനെയാണ് ആ താത്വിക വിശകലനത്തിൻ്റെ തുടക്കം.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആദ്യം ഈ നിയോ ലിബറൽ എടുത്ത് നമുക്ക് പരിശോധിക്കാം. എന്താണ് ഈ നിയോ ലിബറൽ അഥവാ നവലിബറൽ നയങ്ങൾ എന്ന് പറഞ്ഞാൽ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുക, സ്വകാര്യവൽക്കരണം നടപ്പാക്കുക, സർക്കാരിൻ്റെ സബ്സിഡികളും ജനക്ഷേമ പദ്ധതികളും വെട്ടിച്ചുരുക്കുക, തൊഴിൽ നിയമങ്ങൾ മാറ്റി അത് മുതലാളിമാർക്ക് അനുകൂലമാക്കി മാറ്റുക, വൻകിട കോർപ്പറേറ്റുകൾക്കും മൂലധന ശക്തികൾക്കും പരമാവധി ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭരണകൂടം എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുക. ഇതെല്ലാമാണ് ഈ നവലിബറൽ നയങ്ങൾ. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ ഇതിനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം എന്താണ്? അവർ ഈ നയത്തെ എതിർക്കുന്നു. എപ്പോൾ? പ്രതിപക്ഷത്താവുമ്പോൾ. ശരി, അവരെതിർക്കുന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ നിയോ ലിബറലിസത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ഈ നിയോ ലിബറൽ നയങ്ങൾ സമഗ്രമായി സർക്കാർ നയമായിട്ട് നടപ്പാക്കിയത് 1979 ബ്രിട്ടനിൽ മാർഗരറ്റ് താച്ചറും 1981 നമ്മുടെ റൊണാൾഡ് റീഗനുമായിരുന്നു അമേരിക്കയിൽ. അതിനു മുമ്പ് ലോകത്തെ കീഴടക്കിയിരുന്ന ജനാധിപത്യ രാഷ്ട്രങ്ങളെ കീഴടക്കിയിരുന്ന ആശയം ലിബറലിസമായിരുന്നു. എന്നാൽ ഈ ലിബറലിസത്തെയും കമ്മ്യൂണിസ്റ്റുകൾ അംഗീകരിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം. കാരണം മനുഷ്യർ ലിബറൽ ആയി നടക്കുന്നത്, സ്വതന്ത്രരായി നടക്കുന്നത് കമ്മ്യൂണിസത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു നെഞ്ഞുവേദന വരും. ഏതു മനുഷ്യനും പാർട്ടിക്ക് വിധേയനായിരിക്കണം. അതുകൊണ്ടാണ് അവർ ലിബറലിസത്തെ എതിർത്തത്. സത്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ എതിർക്കപ്പെടേണ്ട ഒന്നാണോ ലിബറലിസം? ലിബറലിസം വ്യക്തി സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു. ലിബറലിസം ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു. മനുഷ്യാവകാശങ്ങളെ അതിപ്രധാനമായി കരുതുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യവും സ്വതന്ത്ര മാധ്യമങ്ങളും ജീവവായുവാണെന്ന് ലിബറലിസം കരുതുന്നു. പക്ഷേ ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകൾക്ക് സഹിക്കില്ല. പാർട്ടിക്ക് വിധേയമായ ജനാധിപത്യം, പാർട്ടിക്ക് വിധേയമായ ആവിഷ്കാര സ്വാതന്ത്ര്യം, അതാണ് നമ്മുടെ താത്വിക ആചാര്യന്മാർ വിധിച്ചിട്ടുള്ളത്, അനുവദിച്ചുള്ളത്. സോ കമ്മ്യൂണിസ്റ്റുകൾ ലിബറലിസത്തെ എതിർത്തു. പിന്നീട് ലിബറലിസം കുറച്ചുകൂടി മുന്നോട്ട് പോയി. അതായത് മോഡേൺ ലിബറലിസം എന്ന് പറയുന്ന രീതിയിലെത്തിയപ്പോൾ അവർ പറഞ്ഞു, കച്ചവട സമ്പൽ വ്യവസ്ഥയിൽ കച്ചവടക്കാർ തോന്നും പോലെ കാര്യങ്ങൾ നിശ്ചയിക്കരുത്. സർക്കാരുകൾ അവിടെ ഇടപെടണം, ആവശ്യത്തിന് ഇടപെടണം. ദാരിദ്ര്യം കുറയ്ക്കാനും പിന്നെ സൗജന്യ വിദ്യാഭ്യാസം നൽകാനും ആരോഗ്യം പരിരക്ഷിക്കാനും അതുപോലെ സമ്പത്ത് പുനർവിതരണം ചെയ്യാനും ഒരു ക്ഷേമ രാഷ്ട്രം ആ ലെവലിൽ ആണ് സർക്കാർ ഇടപെടേണ്ടത്. അപ്പോൾ സർക്കാരിൻ്റെ ഇടപെടലിനെ ഒരു മുന്നുപാധിയായി ലിബറലിസം കൊണ്ടുവന്നു. അപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ആ വഴിക്ക് പോയി. അപ്പോൾ എത്ര മെച്ചപ്പെട്ടു എന്ന് നമ്മൾ നോക്കണം. അപ്പോഴും കമ്മ്യൂണിസം അതിന് നഖശിഖാന്തം എതിർത്തു. എന്തുകൊണ്ടെന്നാൽ കമ്മികൾക്ക് സ്വകാര്യ സ്വത്ത് എന്ന തത്വത്തെ അംഗീകരിക്കാൻ കഴിയില്ല. സ്വകാര്യ സ്വത്ത് എന്ന തത്വം, അതിനെ അവർ എതിർക്കുന്നു. ലിബറലിസം പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അത് മൂലധന വ്യവസ്ഥയെ ഉയർത്തിപ്പിടിക്കുന്നു, ക്യാപിറ്റലിസത്തെ ഉയർത്തിപ്പിടിക്കുന്നു, അതുപോലെ സ്വകാര്യ സ്വത്തിനെ ഉയർത്തിപ്പിടിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ലിബറലിസത്തെ സപ്പോർട്ട് ചെയ്യും? കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യന്മാരുടെ എന്നത്തെയും പ്രശ്നം അവർക്ക് മനുഷ്യൻ്റെ സ്വഭാവത്തെ ശരിയായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരാൾ കഠിനമായി അധ്വാനിക്കുന്നു, മറ്റൊരാൾ ഒരു പണിയും ചെയ്യുന്നില്ല. എന്നിട്ട് രണ്ടു പേർക്കും ഏകദേശം തുല്യ പ്രതിഫലവും തുല്യ പരിഗണനയും. അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്കാണ് അധ്വാനിക്കാൻ തോന്നുക? ന്യൂറോ സയൻറ്റിസ്റ്റ്, അതായത് മസ്തിഷ്ക ശാസ്ത്രജ്ഞർ നമ്മുടെ തലച്ചോറിനെ കീറി മുറിച്ച് പഠിച്ച കാര്യങ്ങളൊന്നും ഈ കമ്മ്യൂണിസ്റ്റുകൾ മാത്രം അറിഞ്ഞിട്ടില്ല. അവർക്ക് ഇപ്പോഴും ഈ തലച്ചോറിൻ്റെ ഉള്ളിൽ ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ട് എന്ന് ഇപ്പോഴും അറിയില്ല. അറിഞ്ഞാലും അവരത് കൂട്ടാക്കുകയില്ല. അധ്വാനിക്കാനും സ്വത്ത് സമ്പാദിക്കാനുമുള്ള മനുഷ്യൻ്റെ പ്രചോദനത്തിന് പിന്നിലെ അടിസ്ഥാന കാരണം മസ്തിഷ്കത്തിലുള്ള ഈ റിവാർഡ് സിസ്റ്റമാണ് എന്ന് സയൻസ് പറയുന്നു. നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റത്തെ പ്രധാനമായും നിയന്ത്രിക്കുന്നത് ഡോപ്പമിൻ എന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഇതിനെ മോട്ടിവേഷൻ മോളിക്യൂൾ എന്നാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്ന് സാമ്പത്തിക ലാഭമോ അധികാരമോ അംഗീകാരമോ ലഭിക്കുമെന്ന് മനസ്സിലാക്കുമ്പോൾ, തലച്ചോറിന് മനസ്സിലാകുമ്പോൾ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഡോപ്പമിൻസാണ് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് കഠിനമായി അധ്വാനിക്കാൻ നമുക്ക് ഉൾപ്രേരണ തരുന്നത്, ആന്തരിക ഊർജം തരുന്നത്. സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം തനിക്ക് കിട്ടുമെന്നും അതുപയോഗിച്ചുകൊണ്ട്
കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാമെന്നും, അതായത് വീട് വയ്ക്കാമെന്നും ബിസിനസ് വളർത്താമെന്നും സമ്പത്ത് സമ്പാദിക്കാമെന്നും പ്രതീക്ഷിക്കുമ്പോഴാണ് മനുഷ്യൻ കൂടുതൽ കഷ്ടപ്പെടുന്നത്, അധ്വാനിക്കുന്നത്. ഈ പ്രചോദനം ഇല്ലാതായാൽ ഉൽപാദനം കുറയും. ഇത് വൈകി ലേശം ലേറ്റായിട്ട് അംഗീകരിച്ച ഒരു രാജ്യമാണ് ചൈന. അതുകൊണ്ടാണ് ചൈന ഇപ്പോഴും ഒരു സാമ്പത്തിക ശക്തിയായി നിലകൊള്ളുന്നത്. അതേസമയം ഇതൊന്നും അംഗീകരിക്കാത്ത സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ, സിസ്റ്റങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ഇതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എന്നും സ്വകാര്യ സ്വത്തിനെതിരായിരിക്കും എന്ന് തത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര്? ഈ CPM-കാർ. അതായത് അവരുടെ ശരീരം 21-ാം നൂറ്റാണ്ടിലും അവരുടെ തല മാർക്സിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റായി നിൽക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പോസ്റ്റായി നിൽക്കുകയാണ്. 1847-കളിൽ പോസ്റ്റായി നിൽക്കുന്ന ഒരു അവസ്ഥ. എന്തൊരു കഷ്ടമാണ്. സോഷ്യലിസം പരാജയപ്പെട്ടത് ആ സിസ്റ്റത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അമേരിക്കയുടെ കുതന്ത്രങ്ങൾ കൊണ്ടാണ് എന്ന് വിശ്വസിക്കാനാണ് അവർക്ക് ഇപ്പോഴും ഇഷ്ടം. ചരിത്രം എന്നാൽ അതല്ല നമുക്ക് തെളിയിച്ചു തരുന്നത്. ഇവർ തെളിവുകൾ അന്വേഷിക്കുന്നില്ല. അധ്വാനത്തിന് അർഹമായ പ്രതിഫലവും വ്യക്തിക്ക് സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താനുള്ള അവസരവും ഇല്ലാത്ത ഒരു സമ്പൽ വ്യവസ്ഥയായിരുന്നു സോഷ്യലിസം. ആ സോഷ്യലിസം, അതിൻ്റെ ആ അടിസ്ഥാന തത്വത്തിൽ പോകുന്ന ഒരു സിസ്റ്റത്തിനും ഇവിടെ വിജയിക്കാൻ കഴിയില്ല. ഈ തത്വം, അതായത് നമ്മൾ ഈ പറഞ്ഞ പുതിയ തത്വം, അതൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് ബാധകവുമല്ല. പക്ഷേ തത്വമാണ് ബാധകമല്ലാത്തത്. വ്യക്തിപരമായി അവർ സ്വകാര്യ സ്വത്തുണ്ടാക്കാൻ മിടുക്കന്മാരാണ്. നമ്മൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ നോമിനേഷൻ കൊടുക്കുന്ന സമയം അവരുടെ കണക്കുകളൊക്കെ, സാമ്പത്തിക വിവരമൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിണറായി വിജയന് എത്ര സ്വകാര്യ സ്വത്തുണ്ട്? പിണറായി വിജയനും ഭാര്യയ്ക്കും കൂടി 1,04,00,000 രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ശിവൻകുട്ടിക്കും കോടികളുണ്ട്. ഇത് നമ്മൾ 2 ഉദാഹരണമായിട്ട് മാത്രമാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ ഉദാഹരണങ്ങൾ വേണ്ടവർ സ്വന്തം വീടിൻ്റെ ജനല തുറന്ന് പുറത്തേക്കിട്ട് നോക്കിയാൽ അപ്പോൾ മനസ്സിലാവും എത്ര പേർക്ക്, എത്ര കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇവിടെ സ്വകാര്യ സ്വത്തുണ്ട് എന്നുള്ളത്. 35 ലക്ഷത്തിൻ്റെ കാറും 3000 സ്ക്വയർ ഫീറ്റ് വീടും ബിസിനസ്സും ഇതൊക്കെയുള്ള നാട്ടിലെ കമ്മികൾ മുഴുവൻ തത്വത്തിൽ സ്വകാര്യ സ്വത്തിന് എതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരുടെ സ്വകാര്യ സ്വത്തിനാണ് ഇവർ എതിരു നിൽക്കുന്നത്? അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ സ്വകാര്യ സ്വത്തിന് അവരെതിരാണ്. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കാൻ കഴിയാത്ത തത്വം സമൂഹത്തിൽ പ്രയോഗിക്കാൻ നടക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. ഇതാണ് ഒരു മാർക്സിസ്റ്റുകാരൻ്റെ ശരാശരി ജീവിതരേഖ. കേരളത്തിലെ 1 കോടി വോട്ടർമാരാണ് ഈ UDF വോട്ട് ചെയ്തത്. അവർ ഇവരോട് ചോദിക്കുന്നത്, പരസ്യമായി ചോദിക്കുന്നത്, നിങ്ങൾ പരസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ പരസ്യമായി സമ്മതിച്ചാൽ എന്താണ് കുഴപ്പം? സിമ്പിൾ ചോദ്യമല്ലേ? മറുപടി പറയാൻ പറ്റില്ല. നമുക്കിനി പഴയ ലിബറലിസവും പുതിയ നവ ലിബറൽ നയങ്ങളും തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്യുമ്പോൾ പ്രധാനമായും കാണുന്ന ഒരു ദോഷം എന്താണെന്ന് നമുക്ക് നോക്കാം. പഴയ കാലത്തെ മുതലാളിത്ത സർക്കാരുകൾ തൊഴിലാളികൾക്ക് ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ വെൽഫെയർ പോളിസീസ് ഒരുപാട് ചെയ്തിരുന്നു. എന്നാൽ നിയോ ലിബറൽ വന്നതോടുകൂടി അത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കി. തൊഴിൽ സുരക്ഷ നശിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. തൊഴിലാളികളെ പൂർണ്ണമായും മുതലാളിമാർക്ക് ചൂഷണം ചെയ്യാവുന്ന സൗകര്യങ്ങൾ ഇവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ നവ ലിബറൽ നയങ്ങൾ ആവിഷ്കരിച്ച സർക്കാരുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നും, ഈ കമ്മികൾ പറയുന്നതിൽ കാര്യമില്ലേ? ഈ ഒറ്റ കാര്യത്തിൽ കാര്യമില്ലേ? നമുക്ക് ഈ ബൂർഷാസിക്കെതിരെ, നവ ലിബറൽ നയങ്ങൾക്കെതിരെ ഒരു കൈ ഇവർക്ക് കൊടുത്തുകൂടെ, ഒരുമിച്ച് നിന്നുകൂടെ എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ അതും തത്വത്തിൽ ആണ് ഇവർ എതിർക്കുന്നത്, പ്രയോഗത്തിലല്ല, അവതാരത്തിൽ ഇല്ല. BJP സർക്കാർ ഈയിടെ കൊണ്ടുവന്ന പുതിയ തൊഴിൽ നയം നമ്മൾ നോക്കിയാൽ അത് അടിമുടി ട്രേഡ് യൂണിയൻ വിരുദ്ധമാണ് എന്ന് മനസ്സിലാവും. എന്നാൽ ആ തൊഴിൽ നിയമത്തെ സന്തോഷത്തോടുകൂടി ആശ്ലേഷിക്കുകയാണ് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ ഗവൺമെൻറ് ചെയ്തത്. അതേ തൊഴിൽ കോഡുകൾ, അതായത് കേന്ദ്രം നിർദ്ദേശിച്ച തൊഴിൽ കോഡുകൾ നടപ്പാക്കാൻ ആവശ്യമായ സംസ്ഥാന ചട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് കേൾക്കുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തത്വത്തിൽ എതിർത്തു, അവതാരത്തെ ആശ്ലേഷിച്ചു. ഇതല്ലേ നടന്നത്? നേതാക്കളെ സംബന്ധിച്ചിടത്തോളം
ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന തൊഴിലാളികളെ വഞ്ചിക്കുക എന്നത് ഒരു പരമ്പരാഗത നടപടിയാണ്. അവരുടെ തൊഴിലാളികളും അങ്ങനെ ആ രീതിയിൽ തന്നെ പരിശീലിപ്പിക്കപ്പെട്ടവരാണ്. നേതാക്കളെ കണ്ടാൽ ഓടിച്ചെന്ന് പറയും, സഖാവേ പ്ലീസ് എന്നെ ഒന്ന് വഞ്ചിച്ചു പോകൂ. ആ രീതിയിൽ പറയുന്ന വിധത്തിൽ അടിമകളായി കഴിച്ചു. നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇനി നമുക്ക് വീണ്ടും നമ്മുടെ രവീന്ദ്രൻ മാഷ് പറഞ്ഞ അടുത്ത താത്വിക പ്രയോഗത്തിലേക്ക് വരാം. നോളജ് എക്കോണമി എന്താണ് സംഭവം? പണ്ട് ശാരീരിക അധ്വാനത്തിനും യന്ത്രങ്ങൾക്കുമായിരുന്നു കൂടുതൽ സാമ്പത്തിക മൂല്യം. എന്നാൽ അതിനു പകരം മനുഷ്യൻ്റെ ബുദ്ധിക്കും സ്കില്ലിനും ആശയങ്ങൾക്കും ആണ് ഇപ്പോൾ സാമ്പത്തിക മൂല്യം. എന്താണോ വിറ്റാൽ കാശ് കിട്ടുന്നത്, ഏതാണോ വിൽക്കാൻ ഡിമാൻഡുള്ളത്, അത് ഉൽപ്പാദിപ്പിക്കാനാണ് ആളുകൾ തിരക്ക് കൂട്ടുക. അപ്പം നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്, ഇപ്പോൾ അറിവിനെയും വിവരങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് കൂടുതലായി ഉൽപ്പാദനവും സേവനങ്ങളും നടക്കുന്നത്. അങ്ങനത്തെ ഒരു സമ്പൽ വ്യവസ്ഥ, അതൊരു പുതിയ തരം സമ്പൽ വ്യവസ്ഥയാണല്ലോ. അതിനെയാണ് നമ്മൾ ഈ നോളജ് എക്കോണമി എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് രവീന്ദ്രൻ മാഷിൻ്റെ നിയമസഭാ പ്രസംഗം ഒന്നുകൂടി കേൾക്കാം. അദ്ദേഹം പറയുന്നൊന്ന് കേൾക്കൂട്ടോ. ആ നോളജ് ഇക്കോണമിയിൽ നോളജ് ക്യാപിറ്റലാണ് അവിടെ ചൂഷണത്തിന് ഉപയോഗിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നവകേരളം എന്ന സങ്കല്പത്തിലൂടെ ഇവിടെ വളർത്താൻ ഉദ്ദേശിച്ചത് ജ്ഞാനസമൂഹമാണ്. നവകേരളത്തിൻ്റെ ജ്ഞാനസമൂഹമാണ്. ജ്ഞാനസമൂഹം എന്ന് പറയുന്നത് അറിവിൻ്റെ സാർവത്രികവൽക്കരണമാണ്. നോളേജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അറിവിൻ്റെ കേന്ദ്രീകരണമാണ്, കുത്തകവൽക്കരണമാണ്. രവീന്ദ്രൻ മാഷ് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ UDF MLA മാർ ചിരിച്ചു എന്നുള്ളത് സത്യമാണ്. അത് പുള്ളി പറഞ്ഞത് മനസ്സിലാകാതെ അല്ല എന്നുള്ളതാണ് സത്യം. പുള്ളിയുടെ പ്രസ്താവനയുടെ അവസാന ഭാഗത്തുള്ള നവകേരള എന്ന പ്രയോഗം കേട്ടപ്പോഴാണ് അവർ ചിരിച്ചത്. ലിഫ്റ്റ് പിടിപ്പിച്ച ഒരു ബസ്സും പണിത് മന്ത്രിമാരെ എല്ലാവരെയും കൂടി നടത്തിയ ആ നവകേരള യാത്രയിൽ വിയറ്റ്നാമിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മുഴുവൻ അണ്ടിപ്പരിപ്പും തീർന്നു. മൊത്തം നമ്മുടെ അറബിക്കടലിൽ നിന്ന് ചൂണ്ടിപ്പിടിച്ച നെയ്മീനും തീർന്നു. അപ്പോൾ ഈ കാര്യം അറിയുന്ന ഇവിടുത്തെ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരും UDFൻ്റെ MLA മാരും ചിരിക്കാതിരിക്കുമോ? ഉറപ്പായും അവർ ചിരിച്ചു. തിന്നും കുടിച്ചും സുഖിച്ചും പ്രതിഷേധക്കാരെ രക്ഷാപ്രവർത്തനം നടത്തിയും മുന്നോട്ടു പോയ ആ നവകേരള യാത്രയെ അറിവിൻ്റെ സാർവത്രികവൽക്കരണം എന്ന് വിശേഷിപ്പിച്ചാൽ ഏതു കഠിന ഹൃദയനും പൊട്ടിച്ചിരിച്ചു പോകും. അതാണ് നിയമസഭയിൽ നമ്മൾ കേട്ടത്. ഇനി ഇക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു വെർഷൻ നമുക്ക് കേൾക്കാം. എന്താണ് അവർ നോളജ് എക്കോണമിയെ പറ്റി പറയുന്നത് നമുക്ക് കേൾക്കാം. അറിവും വിവരങ്ങളും കൂടുതലായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ നോളജ് ക്യാപിറ്റൽ ഉണ്ടാകുന്നു. അതായത് അറിവ് ഒരു മൂലധനമായി മാറുന്നു. ആ നോളജ് ക്യാപിറ്റൽ അതാണ് പിന്നെ ചൂഷണത്തിന് ഉപയോഗിക്കുന്നത്. ആരാണ് ചൂഷണത്തിന് ഉപയോഗിക്കുന്നത്? ബൂർഷാസി. അതിൽ സംശയമില്ലല്ലോ. ഇവിടെ രവീന്ദ്രൻ മാഷ് ഉപയോഗിക്കേണ്ട വാക്ക് നോളജ് ക്യാപിറ്റൽ എന്ന് ആയിരുന്നില്ല. കുറച്ചുകൂടി നല്ല വാക്ക് ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ എന്നാണ്. കാരണം അപ്പോഴാണ് അതിൽ ഭൗതിക മൂലധനം എന്ന ഒരു അർത്ഥം മലയാളത്തിൽ വരുന്നുള്ളൂ. പക്ഷെ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. ഞാനും മാഷൊന്നും അങ്ങനെ പോളിടെക്നിക്കിലൊന്നും പോയി എക്കണോമിക്സ് പഠിച്ച ആളുകളല്ലല്ലോ. ഇതൊക്കെ വരാം. അപ്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗത സമ്പൽ വ്യവസ്ഥയിൽ ഭൂമി, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവയായിരുന്നു പ്രധാന മൂലധനം എങ്കിൽ ഇവിടെ മനുഷ്യൻ്റെ സ്കില്ലുകൾ, ബുദ്ധിശക്തി, അനുഭവ സമ്പത്ത് ഇതൊക്കെയാണ് മൂലധനം. IT നമുക്കറിയാം, ഇൻഫർമേഷൻ ടെക്നോളജി, നിർമ്മിത ബുദ്ധി, AI, ഡാറ്റ അനലറ്റിക്സ് അതൊക്കെയാണ് പുതിയ കാലത്തെ ഉൽപ്പന്നങ്ങൾ. പുതിയ സാങ്കേതിക വിദ്യയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പറഞ്ഞ ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ നോളജ് എക്കണോമിയുടെ സമ്പൽ വ്യവസ്ഥയുടെ ജീവനാഡി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പണ്ട് കേവലം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനാണ് വൻ നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് പുതിയ സാങ്കേതിക വിദ്യകളും സേവനങ്ങളും കണ്ടെത്താനാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്നത്. ഏതൊക്കെയാണ് അറിവ് അടിസ്ഥാനപ്പെടുത്തിയുള്ള വ്യവസായങ്ങൾ എന്നുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഒരു ധാരണ കിട്ടും. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഫാർമസ്യൂട്ടിക്കൽ ഡിസൈനിങ്, കൺസൾട്ടിങ്, ബയോടെക്നോളജി തുടങ്ങിയവയാണ് ഈ നോളജ് എക്കണോമിയിൽ ഏറ്റവും
ഏറ്റവും കൂടുതൽ വളർച്ചയും ലാഭവും നേടുന്നതായി നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ഒറ്റ ഉദാഹരണത്തിൽ എല്ലാവർക്കും പിടികിട്ടും. ഒരു സ്റ്റീൽ കമ്പനി ലാഭമുണ്ടാക്കുന്നത് അവരുടെ ഫാക്ടറിയിലെ യന്ത്രങ്ങളെയും തൊഴിലാളികളുടെ കായിക അധ്വാനത്തെയും ആശ്രയിച്ചാണ്. എന്നാൽ ഗൂഗിൾ പോലൊരു കമ്പനി പ്രവർത്തിക്കുന്നത് നോളേജ് ഇക്കോണമിയിലാണ്. അവർ വിൽക്കുന്നത് ഭൗതികമായ സാധനങ്ങളല്ല, അതായത് ഇരുമ്പും ഉരുക്കും ഒന്നുമല്ല, മറിച്ച് ഡാറ്റ, അൽഗോരിതങ്ങൾ, പുതിയ ഡിജിറ്റൽ പരിഹാരങ്ങൾ എന്നീ അറിവുകൾ ആണ് അവർ വിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ മാഷ് ഉയർത്തിയ താത്വികമായ വിമർശനം എന്തായിരുന്നു? നോളജ് ഇക്കോണമിയിൽ അറിവ് എന്നത് വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു കച്ചവട ചരക്കായി മാറുന്നു. ഞങ്ങൾക്കത് സഹിക്കില്ല. സാങ്കേതിക വിദ്യയും പാറ്റന്റുകളും ചുരുക്കം ചില കമ്പനികൾ കൈയടക്കി വെച്ചിരിക്കുന്നു. അറിവിൻ്റെ കുത്തകവൽക്കരണം നടപ്പായിരിക്കുന്നു, കേന്ദ്രീകരണം സംഭവിച്ചിരിക്കുന്നു. അറിവ് എന്നത് സമൂഹത്തിൻ്റെ ആകെ നന്മയ്ക്ക് ഉപയോഗിക്കുന്നതിന് പകരം കൂടുതൽ ലാഭമുണ്ടാക്കാനുള്ള മൂലധനമായി ഉപയോഗിക്കപ്പെടുന്നു. അതിനെ എതിർക്കണം, അതിനെ ഞങ്ങൾ സമ്മതിക്കുന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. എന്തിനാ പുള്ളി അതവിടെ പറഞ്ഞത്? അതാണ് രസം. LDF സർക്കാരിൻ്റെ നവകേരളം പദ്ധതിയെ പ്രകീർത്തിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. നവകേരളത്തിന് താത്വിക പരിവേഷം കൊടുത്ത് അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് പുള്ളി ഒരു താത്വിക ആചാര്യനായി മാറാൻ ശ്രമിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൃത്യമായി പറഞ്ഞാൽ പുള്ളിയുടെ ലക്ഷ്യം നവകേരളം തന്നെ ആയിരുന്നു. ലിഫ്റ്റുള്ള ഒരു ബസ് പണിത് എല്ലാ മന്ത്രിമാരും കൂടി നടത്തിയ യാത്രയുണ്ടല്ലോ, അതാണ് നവകേരള യാത്ര. ആ യാത്ര വെറുതെ തിന്നും കുടിച്ചും നടത്തിയ ഒരു വിനോദയാത്രയേ ആയിരുന്നില്ല, മറിച്ച് അറിവിൻ്റെ കുത്തകവൽക്കരണത്തെ എതിർക്കാനുള്ള, ചെറുക്കാനുള്ള ഒരു പ്രക്ഷോഭ യാത്രയായിരുന്നു എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അറിവുമായി ബന്ധപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളുടെയും നിയന്ത്രണം സ്റ്റേറ്റിനായിരിക്കണം. അപ്പോൾ എല്ലാ അറിവും എല്ലാവർക്കും കിട്ടും. അറിവിൻ്റെ ജനകീയവൽക്കരണം നടക്കും. അപ്രകാരം ഒരു ജ്ഞാന സമൂഹം കേരളത്തിൽ നിലവിൽ വരും. അതിനാണ് മന്ത്രിമാർ എല്ലാവരും കൂടി നവകേരള യാത്ര നടത്തിയത്. ഇത് കേൾക്കുമ്പോൾ നെടുമുടി വേണു പണ്ട് പറഞ്ഞൊരു ഡയലോഗുണ്ട്, അറിഞ്ഞില്ല ആരും അത് പറഞ്ഞില്ല. അത് തന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ താത്വിക ആചാര്യൻ, ഈ പുതിയ താത്വിക ആചാര്യൻ നവകേരളയ്ക്ക് കൊടുത്ത ന്യായീകരണം കേട്ടപ്പോൾ UDF MLA മാർ ചിരിച്ച് ചാവാറായി. അതൊരു സത്യമാണ്. ആചാര്യനെ കളിയാക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ പുള്ളി പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ അങ്ങനെ വിട്ട് കളയാൻ പാടില്ലല്ലോ. പുള്ളി പറഞ്ഞതിൽ എന്താണ് കാര്യം, എന്താണ് സത്യം എന്ന് നമുക്കറിയണം. ലെറ്റസ് ചെക്ക്. എന്താണ് അറിവ്? എന്തായിരുന്നു അറിവ്? അതായത് എന്താണ് അറിവ്? എന്തായിരുന്നു അറിവ്? ചരിത്രത്തിൽ ഉടനീളം നോക്കിയാൽ അറിവ് ഒരിക്കലും ജനകീയമായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിവ് എന്നത് നൂറ്റാണ്ടുകളോളം ഒരു പ്രത്യേക ജാതിയുടെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെയോ മാത്രം കുത്തകയായിരുന്നു എന്ന് മനസ്സിലാക്കാം. വേദങ്ങളും ശാസ്ത്രങ്ങളും ഒന്നും പഠിക്കാൻ സാധാരണ ജനങ്ങൾക്ക് അവകാശമുണ്ടായിരുന്നില്ല. അറിവ് നേടാൻ ശ്രമിച്ചതിന് കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വിരലൊക്കെ അറുത്തു മാറ്റപ്പെട്ട ഒരു ഏകലവ്യനെയും അതുപോലെ തന്നെ കഴുത്ത് ശിരസ്സറുക്കപ്പെട്ട ഒരു ശംഭൂകനെയും നമുക്ക് ഇതിഹാസങ്ങളിൽ കാണാം. അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ ചരിത്രം വായിച്ചാൽ പഠിക്കാൻ ശ്രമിച്ചവരുടെ കഥകൾ നമുക്ക് കേൾക്കാം. അന്നൊന്നും ഈ ഗൂഗിൾ, ഇൻ്റർനെറ്റോ പിന്നെ ബിഗ് ഡാറ്റയോ ഉണ്ടായിരുന്നില്ല. യൂറോപ്പിലേക്ക് പോയാൽ നമുക്ക് ഇൻ്റർനാഷണലായിട്ട് നോക്കിയാൽ നൂറ്റാണ്ടുകളോളം ബൈബിളും മതപരമായ അറിവുകളും ലത്തീൻ ഭാഷയിലായിരുന്നു. അത് വായിക്കാനും വ്യാഖ്യാനിക്കാനും അതിനുള്ള അധികാരം പുരോഹിതന്മാർക്കും ചില രാജാക്കന്മാർക്കും മാത്രമായിരുന്നു. സാധാരണക്കാർക്ക് അവിടെയും പ്രവേശനമുണ്ടായിരുന്നില്ല. അറിവ് നിഷേധിക്കപ്പെട്ടു. അന്ന് ഗ്രന്ഥശാലകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അവിടെ പ്രവേശനം തന്നെ സമ്പന്നരുടെ മാത്രമായിരുന്നു. സമ്പന്നരുടെ മാത്രം ഇടങ്ങളായിരുന്നു ഈ വായനശാലകൾ അല്ലെങ്കിൽ ഗ്രന്ഥശാലകൾ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഒരു മാറ്റം വന്നത്? ജോഹന്നാസ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടെ കൂടിയാണ് പുസ്തകങ്ങളിലൂടെ കുറച്ചുകൂടി അറിവ് സാധാരണക്കാരിലേക്ക് എത്തുന്നത്, താഴെ തട്ടിലേക്ക് എത്തുന്നത്. അതിനർത്ഥം നമുക്ക് ഒന്നും ചുരുക്കി പറഞ്ഞാൽ മുതലാളിത്തം വരുന്നതോടുകൂടിയാണ് അറിവ് ജനങ്ങളിലേക്ക് പടരാൻ തുടങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കും. അതിൻ്റെ ഒരു ഓർഡർ നോക്കുകയാണെങ്കിൽ അച്ചടി യന്ത്രം ടു മതപരിഷ്കരണം, അവിടെ നിന്ന് സയൻറ്റിഫിക് റവല്യൂഷൻ, അവിടെ നിന്ന് ജ്ഞാനോദയം, അവിടെ നിന്ന് ജനാധിപത്യ രാഷ്ട്രീയം, അവിടെ നിന്ന് വ്യവസായവൽക്കരണം, പിന്നെ
പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം. അതിനൊക്കെ ശേഷമാണ് ഈ നൂറ്റാണ്ടിൽ ഇൻ്റർനെറ്റും ഗൂഗിളിൻ്റെയും വരവ്. അതോടുകൂടി ചരിത്രത്തിൽ ആദ്യമായി അറിവ് അതിൻ്റെ ഏറ്റവും ജനകീയവൽക്കരണത്തിലേക്ക് കടക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഈ ഡെമോക്രറ്റൈസേഷൻ ഓഫ് നോളേജ്, അറിവിൻ്റെ സാർവത്രികവൽക്കരണം. അതായത് അറിവ് ജനകീയമായത് ഇപ്പോൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുമ്പ് വലിയ ലൈബ്രറികളിൽ പോയി മാസങ്ങൾ ചിലവഴിച്ചാൽ മാത്രം കിട്ടുന്ന അറിവ് ഇന്ന് മനുഷ്യൻ്റെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. ഈ അർത്ഥത്തിൽ ഗൂഗിളൊക്കെ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ കുത്തക തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താ അതിൻ്റെ അർത്ഥം? ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? കമ്മികൾ പാരലൽ വേൾഡിലിരിക്കുമ്പോൾ തോന്നുന്ന പ്രതിക്രിയ തത്വങ്ങളല്ല റിയൽ വേൾഡിൽ നടക്കുന്നത് എന്ന് തന്നെയാണ് അതിൻ്റെ പച്ച മലയാളം. ചെറിയൊരു താരതമ്യത്തിലേക്ക് വന്നാൽ ഇത് കുറച്ചുകൂടി കൂടുതൽ പിടികിട്ടും. പണ്ട് രാജാക്കന്മാരും പുരോഹിതരും അറിവുകൾ ജനങ്ങളിൽ നിന്നും പൂഴ്ത്തിവെച്ചു. എന്നാൽ ഇന്ന് വിവരങ്ങൾ സൗജന്യമായി ലഭിക്കുന്നു. പണ്ടത്തെ മേലാളർ അവർ വായിക്കാനും പഠിക്കാനുമുള്ള അവസരം നിഷേധിച്ചു. എന്നാൽ ലോകത്ത് എമ്പാടും പരന്നു കിടക്കുന്ന ആയിരക്കണക്കിന് ഡാറ്റാ സെൻറ്ററുകളിൽ വിവരങ്ങളെല്ലാം ശേഖരിച്ചു വച്ചിരിക്കുന്നു. ഫുട്ബോൾ മൈതാനങ്ങളെക്കാൾ വലുപ്പമുണ്ട് ആ ശേഖരിച്ചു വെച്ച സ്ഥലങ്ങൾ. അതായത് ലക്ഷക്കണക്കിന് ഉയർന്ന ശേഷിയുള്ള ഹാർഡ് ഡിസ്കുകളും സെർവറുകളും നിരനിരയായി അടുക്കി വെച്ചിട്ടുള്ള കൂറ്റൻ കെട്ടിടങ്ങൾ. ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലുപ്പത്തിലാണ് ഇത് പണിത് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഓരോ വാട്സപ്പ് മെസ്സേജും ഓരോ യൂട്യൂബ് വീഡിയോയും ഗൂഗിൾ സെർച്ചും ഇതൊക്കെ നമ്മൾ സേവ് ചെയ്യുന്നത് ഇത്തരം ഇടങ്ങളിലാണ്. ഇതൊക്കെ ചൂടാവാതിരിക്കാൻ എയർ കണ്ടീഷൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായി നമ്മൾ പറയും ക്ലൗഡിൽ സേവ് ചെയ്തു, അത് സേവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു ആകാശത്തല്ല സേവ് ചെയ്യുന്നത്. ഭൂമിയിലെ ഏതോ ഒരു ഡാറ്റാ സെൻറ്ററിലെ ഹാർഡ് ഡിസ്കിലാണ് ഇത് യഥാർത്ഥത്തിൽ സേവ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ ഒരു കാര്യം കൂടി താരതമ്യം ചെയ്ത് പറയാം. പണ്ടത്തെ മേലാളർ നമ്മളെ ഭരിച്ചത് ചൂഷണം ചെയ്താണ്, നമ്മളെ ഒരു കാര്യം അറിയിക്കാതെയാണ് അവർ ഭരിച്ചത്. എന്നാൽ ജനങ്ങൾക്ക് അറിവ് കൊടുത്തതിന് ശേഷമാണ് ഇന്നത്തെ ഭരണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അറിവ് തന്ന് നമ്മുടെ സ്വഭാവങ്ങളും താല്പര്യങ്ങളും അൽഗോരിതങ്ങളിലൂടെ അവർ മനസ്സിലാക്കുന്നു. അതിലൂടെയാണ് അവർ വിപണിയെയും രാഷ്ട്രീയത്തെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. ഭരണകൂടങ്ങളും അതാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെക്കാളും വളരെ വളരെ ഭേദമാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം? ഈ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്ന പോലെ ഏതെങ്കിലും അവർ പറയുന്നതിൽ എന്ത് കാര്യമായാലും ഒരു സത്യം ഉണ്ടാവുമല്ലോ. എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം? ലോകത്തെ ഇൻ്റർനെറ്റ് ഡാറ്റയുടെ വലിയൊരു പങ്കും കൈകാര്യം ചെയ്യുന്നത് ഏതാനും ടെക് ഭീമന്മാർ മാത്രമാണ്. പ്രധാനപ്പെട്ട 3 പേര് നമുക്കറിയാം. ആമസോൺ, പിന്നെ ഗൂഗിൾ, പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ എസ്യൂർ. ഇത് നമുക്കറിയാം. ഈ 3 കമ്പനികൾ. 4മതൊരു കമ്പനി മെറ്റയാണ്. അവർ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഡാറ്റകൾക്ക് വേണ്ടി സ്വന്തമായി ഡാറ്റാ സെൻറ്ററുകൾ ഉപയോഗിക്കുന്നു. ഈ ഡാറ്റാ സെൻറ്ററുകളിൽ നിന്ന് സമുദ്രം വഴി, സമുദ്രത്തിൻ്റെ അടിയിലൂടെ വലിച്ചിട്ടുള്ള ഒപ്റ്റിക് ഫൈബർ കേബിളുകൾ വഴിയാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നത്. ഈ കേബിളുകളും നാട്ടിലുള്ള ഫൈബർ ശൃംഖലകളും കൂടിച്ചേർത്താണ് ഇൻ്റർനെറ്റ് ഡാറ്റ നമുക്ക് അതിവേഗത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളിലും എത്തിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം? ഇതൊക്കെ കാര്യങ്ങളാണ്. ഇനി എന്താണ് പ്രശ്നം? അറിവുകൾ എല്ലായിടത്തും സൂക്ഷിച്ചിരിക്കുകയാണെങ്കിലും ഈ വിവരങ്ങളും ബിഗ് ഡാറ്റയും എല്ലാം കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത് 4-5 ടെക് ഭീമന്മാരിലാണ് എന്നുള്ളതാണ് ഈ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതാണ് നമ്മൾ ഈ പറയുന്ന ഡാറ്റയുടെ കുത്തകവൽക്കരണം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു പ്രവണത 4-5 പേരിൽ മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുന്ന പ്രവണത അത് ഡാറ്റാ രംഗത്ത് മാത്രമാണോ? നമ്മൾ മാർക്കറ്റിനെ എത്ര സ്വതന്ത്രമായി മത്സരിക്കാൻ വിട്ടാലും, ലക്ഷക്കണക്കിന് പേർ മത്സരിച്ചാലും ആ മാർക്കറ്റിൽ 5-10% മാത്രമായിരിക്കും ആ മാർക്കറ്റ് കൈയടക്കുന്നത്. ഒരു കേന്ദ്രീകരണം സ്വാഭാവികമായി നടക്കും. നമ്മുടെ മൊബൈൽ കമ്പനികൾ നോക്കൂ. എത്ര മൊബൈൽ കമ്പനികളാണ് ഇവിടെ വന്നത്? 2000-ൽ എത്ര മൊബൈൽ കമ്പനികളുണ്ടായിരുന്നു? ഇന്ന് എത്ര ഉണ്ട് ബാക്കി? 3-4 ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാകും. കാറുകൾ നിർമ്മിക്കുന്ന എത്ര കമ്പനികൾ ഈ നാട്ടിലുണ്ട്? സോപ്പുകൾ നിർമ്മിക്കുന്ന എത്ര കമ്പനികളുണ്ട്?
ഇത്തരം ഒരു കേന്ദ്രീകരണം സ്വാഭാവികം മാത്രമാണ്. ഇനി കലയുടെയും സാഹിത്യത്തിൻ്റെയും ഭാഗത്തേക്ക് മേഖലയിലേക്ക് വന്ന് നമ്മൾ നോക്കുക. 1 കോടി രൂപയുടെ പുസ്തകം വിറ്റ് പോകുന്നുണ്ടെങ്കിൽ അത് 90 ലക്ഷവും വിറ്റ് പോവുക, പുസ്തകം വിറ്റ് പോവുക ചിലപ്പോൾ കുറച്ച് പേരുടെ, ഒരു 10% പേരുടെ മാത്രമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 100 കണക്കിന് നടീ നടന്മാർ സിനിമയിലുണ്ട്. പക്ഷേ 10-5% നടന്മാരായിരിക്കും ആ ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുക. അവരിലേക്ക് അത് കേന്ദ്രീകരിക്കപ്പെടും. ഒരു രാജ്യത്ത് 1 കോടി, ഇന്ത്യയെ പോലൊരു രാജ്യത്ത് 1 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ 80% കൈക്കലാക്കുക 10% വരുന്ന എലീറ്റ് ക്ലാസ് ആയിരിക്കും. കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാൻ എപ്പോഴും ഒരു ഒറ്റമൂലിയാണുള്ളത്: ദേശസാൽക്കരണം. എല്ലാ സ്റ്റേറ്റിൻ്റെ കയ്യിലാക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സ്റ്റേറ്റിൻ്റെ കയ്യിലാക്കുമ്പോൾ വരുന്ന കാര്യം? വിവരങ്ങളുടെ കേന്ദ്രീകരണം എന്ന ഈ വിഷയത്തിലേക്ക് നമ്മൾ അതുമാത്രം ഉദാഹരണമായിട്ട് എടുക്കുക. ഇവിടെ ആമസോണും ഗൂഗിളും മൈക്രോസോഫ്റ്റും കൂടി വിവരങ്ങൾ കൈയടക്കിയിരിക്കുന്നു. ഇത് ദേശസാൽക്കരിച്ചു, ഇത് സ്റ്റേറ്റ് മുഴുവൻ അത് പിടിച്ചെടുത്തു എന്ന് വിചാരിക്കുക. അത് കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടും ഒരു പാർട്ടിയുടെ കൈകളിലേക്ക്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത്. അത് ഒരു കേന്ദ്രീകരിക്കപ്പെടുക ഒരു പാർട്ടിയുടെ കൈകളിലേക്ക്, പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിലേക്ക്, അന്തിമമായി അവരുടെ പരമോന്നത നേതാവിൻ്റെ സെക്രട്ടറിയുടെ കയ്യിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെടും. അതിലും ഭേദമല്ലേ 4-5 സ്ഥാപനങ്ങളിൽ അത് കേന്ദ്രീകരിക്കപ്പെടുന്നത്? മൂലധനവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥ എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ കുറ്റപ്പെടുത്തുന്ന ഈ വ്യവസ്ഥയിൽ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവിടെ ഉണ്ട്. ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യ സർക്കാരുകൾക്ക് ഈ ഭീമന്മാരെ നിയന്ത്രിക്കാൻ കഴിയും. കേന്ദ്രീകരണത്തെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതാണ് വേണ്ടത്, അല്ലാതെ ദേശസാൽക്കരണം നടപ്പാക്കുകയല്ല. നമുക്ക് ഞാൻ പറഞ്ഞ കുറച്ച് ഉദാഹരണങ്ങളിൽ ജോലിയെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലെ ജോലികളെല്ലാം 90% വരുന്ന ജോലികൾ, മൊത്തം ജോലികളിൽ 90% എന്തുകൊണ്ടാണ് 10% വരുന്ന എലീറ്റ് ക്ലാസ്സിന് കിട്ടാതായത്? സംവരണം കൊണ്ടുവന്ന സർക്കാരുകളാണ് അത് തടഞ്ഞത്. അതുപോലെ ഏത് ഭീമന്മാരെയും നിയന്ത്രിക്കാനും പറഞ്ഞ വഴിക്ക് നടത്തിക്കാനും ശേഷിയുള്ള ആധുനിക പൗരരായി മനുഷ്യർ മാറുകയാണ്. അത് പൗരനായി മാറണം. എങ്ങനെ? ആധുനിക പൗരനായിട്ട് മാറണം. അപ്പോൾ ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ആളുകളൊന്നും ഭരണകൂടത്തിൽ ഉണ്ടാവില്ല. അവരധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഈസിയായി കഴിയും. പക്ഷേ പൗരൻ സ്ട്രോങ് ആകണം. ഇതൊക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനാധിപത്യ വ്യവസ്ഥയിൽ മാത്രമേ സാധ്യമാകൂ. ജനാധിപത്യത്തിന് വീഴ്ചകൾ ഉണ്ടാവും, അത് പരിഹരിക്കേണ്ടത് കമ്മ്യൂണിസം കൊണ്ടല്ല. ജനാധിപത്യത്തിൻ്റെ വീഴ്ചകൾ പരിഹരിക്കേണ്ടത് കൂടുതൽ ഉയർന്ന തലത്തിലുള്ള ജനാധിപത്യം കൊണ്ടാണ്, ഒരു നിലയ്ക്കും കമ്മ്യൂണിസം കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റുകാരുടെ ഏകാധിപത്യ ഭരണകൂട വ്യവസ്ഥയിൽ ഒരു പൗരൻ എന്താണ് ചെയ്യുക? അവിടെ പൗരന് എന്തെങ്കിലും ഒരു റോളുണ്ടോ? ഏതെങ്കിലും ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയിൽ പൗരന് ഏതെങ്കിലും തരത്തിലൊരു റോൾ ഉള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ സ്വതന്ത്രമായ ഒരു ആശയപ്രചരണം സാധ്യമാണോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകൾക്ക് എന്താണ് റോൾ? എന്താണ് അവരുടെ ഈ കേരളത്തിലെ റോൾ? ഒരു 1847 മോഡൽ പ്രത്യയശാസ്ത്രവും കൊണ്ട് നടന്ന് വെറുതെ സ്വപ്നം കാണുക. ആ സ്വപ്നത്തിൽ പങ്കുചേരാൻ വരുന്ന പാവപ്പെട്ട കുടുംബത്തിലെ പിള്ളേരുടെ ത്യാഗത്തിൻ്റെ ചിലവിൽ ലോകത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതിനായി ലോകത്തിൽ നടക്കുന്ന വലിയ വലിയ കാര്യങ്ങളെ ഒക്കെ ചെറുതായൊക്കെ ഒന്ന് പഠിച്ച് പൊടിപ്പും തൊങ്ങലും വലിയ താത്വിക പ്രയോഗങ്ങളും വെച്ച് സന്ദർഭം നോക്കാതെ അവതരിപ്പിക്കുക. ഇത് സിനിമയിൽ ചെയ്താൽ കാണികൾ ചിരിക്കും, പൊതുവഴിയിൽ ചെയ്താൽ നാട്ടുകാർ ചിരിക്കും, നിയമസഭയിൽ ചെയ്താൽ എംഎൽഎമാർ ചിരിക്കും. ഈ എബിൻ വർക്കിയൊക്കെ ചിരിച്ച് ചത്തത് അതുകൊണ്ടാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ ദീർഘപ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.